In this session, we are going to discuss about anti-malarial drugs. Malaria is a protozoal disease. It is transmitted by female Anopheles mosquito. Malarial parasite ഒരു പ്രോട്ടോസോവയാണ്. ഈ മലേറിയൽ പാരസൈറ്റിൻ്റെ പേരുകളാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവാലെ ആൻഡ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത്തരം മലേറിയൽ പാരസൈറ്റുകൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത് മോസ്കിറ്റോ വഴിയാണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ നമ്മളെ കടിക്കുമ്പോഴാണ് മലേറിയൽ പാരസൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. മലേറിയ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മലേറിയയുടെ പ്രൊഫിലാക്സിസിന് അതുമല്ലെങ്കിൽ മലേറിയയുടെ റിലാപ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ എന്നീ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിലെ വിവിധങ്ങളായ ഡ്രഗ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് തുടങ്ങുന്നത് മോസ്കിറ്റോയിലാണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയുടെ ശരീരത്തിൽ മലേറിയൽ പാരസൈറ്റിൻ്റെ മെയിൽ ഗാമറ്റോസൈറ്റും ഉണ്ട്, ഫീമെയിൽ ഗാമറ്റോസൈറ്റും ഉണ്ട്. അവിടെ കൊടുത്ത ഫിഗറിൽ വെക്റ്റർ സൈഡിൽ വരുന്ന കാര്യങ്ങൾ നോക്കുക. മെയിൽ ഗാമറ്റോസൈറ്റും ഫീമെയിൽ ഗാമറ്റോസൈറ്റും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഊക്കിനെറ്റ് എന്ന ഒരു ഫോമായിട്ട് മാറുന്നത്. ഊക്കിനെറ്റ് ഡെവലപ്പ് ചെയ്ത് ഊസൈറ്റ് ഉണ്ടാവുന്നു. ഓരോ ഊസൈറ്റിനകത്തും ധാരാളം സ്പോറോസോയിഡ്സ് ഉണ്ട്. ഒരു ഊസൈറ്റ് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം സ്പോറോസോയിഡ്സ് മോസ്കിറ്റോയുടെ ബോഡി ഫ്ലൂയിഡിലേക്ക് എത്തിച്ചേരുന്നു. ഈ സ്പോറോസോയിഡ്സ് കൊതുക് നമ്മളെ കടിക്കുമ്പോൾ അതിൻ്റെ സലൈവ വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അത് അപ്പോൾ തന്നെ ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് ലിവറിലേക്ക് എത്തിച്ചേരുന്നു. ലിവറിലെത്തിയ ഓരോ സ്പോറോസോയിഡ്സും സ്കൈസോണ്ടായി ഡെവലപ്പ് ചെയ്യുന്നു. സ്കൈസോണ്ട് എന്നുള്ളത് ഒരു വെസിക്കിൾ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ആ വെസിക്കിളിനകത്ത് ധാരാളം മീറോസോയിഡ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്കൈസോൺസ് ഹെപ്പാറ്റിക് സെൽസിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സ്കൈസോൺസൊക്കെ അവിടെ വെച്ച് റപ്ചർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള എല്ലാ മീറോസോയിഡ്സും പുറത്തേക്ക് വരുന്നു. സ്കൈസോൺസ് റപ്ചർ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന മീറോസോയിഡ്സ് ലിവറിൽ നിന്ന് പതിയെ പതിയെ ബ്ലഡിലേക്ക് എത്തിച്ചേരുന്നു. ഇതുവരെ ലിവറിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെ കലക്റ്റീവ്ലി വിളിക്കുന്നത് ഹെപ്പാറ്റിക് സ്റ്റേജ് എന്നാണ്, അല്ലെങ്കിൽ ലിവർ സ്റ്റേജ് എന്നാണ്. ലിവർ സ്റ്റേജ് കഴിയുമ്പോഴാണ് ബ്ലഡിലേക്ക് മീറോസോയിഡ്സ് എത്തിച്ചേരുന്നത്. ഈ മീറോസോയിഡ്സ് RBCക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നു. ആ പോയിൻ്റ് മുതൽ എരിത്രോസൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുവാണ്. RBCക്ക് അകത്ത് വെച്ച് മീറോസോയിഡ്സിന് ഫർദർ ഡെവലപ്മെൻറ്റ് സംഭവിക്കുകയാണ്. അതാദ്യം ഒരു റിംഗ് സ്റ്റേജിലേക്ക് പോകുന്നു, വീണ്ടും ഡെവലപ്പ് ചെയ്ത് ട്രോഫോസോയിഡ് ആവുന്നു. ഓരോ ട്രോഫോസോയിഡും ഡെവലപ്പ് ചെയ്ത് സ്കൈസോണ്ട് ആവുന്നു. ഓരോ സ്കൈസോണ്ടിനകത്തും ധാരാളം മീറോസോയിഡ്സ് ഉണ്ടാവുന്നു. അതായത് RBCക്ക് അകത്ത് ധാരാളം സ്കൈസോൺസ് ഉണ്ടാവുന്നുണ്ട്. ആ ഓരോ സ്കൈസോണ്ടിനകത്തും ധാരാളം മീറോസോയിഡ്സ് ഉണ്ടാവും. സ്കൈസോണ്ട് റപ്ചർ ചെയ്യുന്നു.
അതിൻ്റെ കൂടെ തന്നെ RBCയും റപ്ചർ ചെയ്യുന്നു. അങ്ങനെ RBCയുടെ പുറത്തേക്ക് ധാരാളം മീറോസോയിഡ്സ് റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഓരോ മീറോസോയിഡ്സും തൊട്ടടുത്തുള്ള ഒരു പുതിയ RBCയെ ഇൻഫെക്റ്റ് ചെയ്യുകയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ ചില മീറോസോയിഡ്സ് സെക്ഷുവൽ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതായത് മറ്റ് RBCകളെ ഇൻഫെക്റ്റ് ചെയ്യാതെ ചില മീറോസോയിഡ്സ് ഗാമെറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. അതിൽ മെയിൽ ഗാമെറ്റോസൈറ്റ്സും ഉണ്ടാവും, ഫീമെയിൽ ഗാമെറ്റോസൈറ്റ്സും ഉണ്ടാവും. ഈ സ്റ്റേജ് വരെയാണ് ബ്ലഡ് സ്റ്റേജ്. ഇപ്പോൾ നമ്മുടെ ബ്ലഡിൽ മെയിൽ ഗാമെറ്റോസൈറ്റും ഫീമെയിൽ ഗാമെറ്റോസൈറ്റും ഉണ്ടല്ലോ. ഈ ഗാമെറ്റോസൈറ്റ്സ് ഒരു മോസ്കിറ്റോ നമ്മളെ കടിക്കുമ്പോൾ ആ മോസ്കിറ്റോയുടെ ശരീരത്തിലേക്ക് എത്തുകയും വീണ്ടും 1 മുതൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ മോസ്കിറ്റോയുടെ ശരീരത്തിൽ മെയിൽ ഗാമെറ്റോസൈറ്റും ഫീമെയിൽ ഗാമെറ്റോസൈറ്റും വീണ്ടും കമ്പൈൻ ചെയ്യുന്നു. അത് ഡെവലപ്പ് ചെയ്ത് സ്പോറോസൈറ്റ് ആവുന്നു. ആ മോസ്കിറ്റോ കടിക്കുന്നത് മറ്റൊരാളെ ആയിരിക്കും. അയാൾക്ക് അയാളുടെ ശരീരത്തിൽ സ്പോറോസോയിഡ്സ് എത്തുന്നു. വീണ്ടും ലിവർ സ്റ്റേജ്, ദെൻ ബ്ലഡ് സ്റ്റേജ് ഒക്കെ പാസ് ചെയ്ത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിൽ പറയാത്ത ഒരു ടേം ഹിപ്നോസോയിഡ്സ് ആണ്. അത് ലിവർ സ്റ്റേജിനിടയ്ക്ക് സംഭവിക്കുന്ന ഒരു ഫോമാണ്. അതായത് ലിവർ സ്റ്റേജിൽ സ്പോറോസോയിഡ്സ് നോർമലി ഡെവലപ്പ് ചെയ്ത് സ്കിസോണ്ടായി മാറേണ്ടതാണ്. അങ്ങനെ സംഭവിക്കാതെ ചില സ്പോറോസോയിഡ്സ് ഒരു ഡോർമെൻ്റ് ഫോമിൽ നിലനിൽക്കും. എന്ന് വെച്ചാൽ ഒരു ഇനാക്റ്റീവ് ഫോമിൽ ഇങ്ങനെ നിലനിൽക്കും. അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ഫോം എന്ന് വിളിക്കാം. ഈ സ്ലീപ്പിംഗ് ഫോമിൻ്റെ പ്രത്യേകത, അയാൾക്ക് മലേറിയ ട്രീറ്റ് ചെയ്ത് മാറ്റിയാൽ പോലും ഈ സ്ലീപ്പിംഗ് ഫോം ലിവറിലുണ്ടെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം, അതല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ സ്ലീപ്പിംഗ് ഫോം റിയാക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് വീണ്ടും മലേറിയ വരികയും ചെയ്യും. ഇതിനെയാണ് റിലാപ്സ് എന്ന് വിളിക്കുന്നത്. മലേറിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ വീണ്ടും മലേറിയ അപ്പിയർ ചെയ്യുന്ന ഒരു പ്രശ്നം. ഇതിന് കാരണം ലിവറിൽ കാണപ്പെടുന്ന ഹിപ്നോസോയിഡ്സ് ആണ്. ഇനിയാണ് ഫാർമക്കോളജിയിലേക്ക് വരുന്നത്. ആദ്യം ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്? നമുക്ക് അറിയാം, മലേറിയൽ പാരസൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിളിൽ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൽ ചില ഫോംസാണ് ഹിപ്നോസോയിഡ്സ്, ലിവറിൽ കാണപ്പെടുന്ന ഒരു ഇനാക്റ്റീവ് ഫോം. മറ്റൊരു ഫോമാണ് ടിഷ്യൂ സ്കിസോണ്ട്, അതായത് ലിവറിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്കിസോണ്ടിനെയാണ് ടിഷ്യൂ സ്കിസോണ്ട് എന്ന് വിളിക്കുന്നത്. ലിവറിൽ മാത്രമല്ല സ്കിസോണ്ട് ഉണ്ടാവുന്നത്, RBCയിലും ഒരു സ്കിസോണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ സ്കിസോണ്ടിനെയാണ് ബ്ലഡ് സ്കിസോണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ ബ്ലഡ് സ്റ്റേജിൻ്റെ അവസാനം ഗാമെറ്റോസൈറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രഗിനും ഓരോ സ്റ്റേജിലാണ് ആക്ട് ചെയ്യാൻ പറ്റുക. ഉദാഹരണത്തിന് ഒന്നാമത്തെ ക്ലാസ് ഹിപ്നോസോയിറ്റോസിഡലാണ്. അതായത് ലിവറിലുള്ള ഹിപ്നോസോയിഡ്സിനെ കില്ല് ചെയ്യുന്ന ഏജൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഹിപ്നോസോയിഡ്സ് ആണ് മലേറിയയുടെ റിലാപ്സ് ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് ഈ ഏജൻസിനെ ആൻറ്റി റിലാപ്സ് ഡ്രഗ്സ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ 2 എക്സാമ്പിളാണ് പ്രിമാക്യൂനും ടെഫനോക്യൂനും. പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലാസ്സിൽ വരുന്ന ഏജൻറ്റ് തന്നെ മറ്റ് ക്ലാസ്സസിലും ചിലപ്പോൾ കാണും. അതായത് ഒരേ ഡ്രഗിന് ഒന്നിലധികം ഫോമിനെ കില്ല് ചെയ്യാൻ സാധിക്കും. അടുത്ത നോക്കുക, രണ്ടാമത്തത് ടിഷ്യൂ സ്കിസോണ്ടിസിഡലാണ്. ടിഷ്യൂ സ്കിസോണ്ട് ഉണ്ടാവുന്നത് ലിവർ സ്റ്റേജിലാണ്. ലിവർ സ്റ്റേജിൽ
സ്പോറോസോയിഡ്സ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാവുന്ന ഫോമാണ് ടിഷ്യൂ സ്കിസോണ്ട്. ടിഷ്യൂ സ്കിസോണ്ടിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എബിലിറ്റിയുള്ള ഡ്രഗ്സിൻ്റെ പ്രത്യേകത അത് പ്രൊഫിലാക്സിസിന് ഉപയോഗിക്കാം എന്നതാണ്. അതായത് ഒരു പേഷ്യൻറ്റിന് ലിവറിൽ പാരസൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു സിംറ്റവും ഉണ്ടാവുന്നില്ല. ലിവർ സ്റ്റേജ് കഴിയുന്നത് വരെ പേഷ്യൻറ്റിന് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുകയില്ല. പേഷ്യൻറ്റിന് മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നത് ബ്ലഡ് സ്റ്റേജ് തുടങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ ലിവർ സ്റ്റേജിൽ വച്ച് തന്നെ പാരസൈറ്റിനെ കില്ല് ചെയ്യാൻ സാധിക്കണം. നമുക്കറിയാം ലിവർ സ്റ്റേജിലെ പാരസൈറ്റിൻ്റെ മെച്ചുവേർഡ് ഫോമിനെയാണ് ടിഷ്യൂ സ്കിസോണ്ട് എന്ന് വിളിക്കുന്നത്. ടിഷ്യൂ സ്കിസോണ്ടിനെ കില്ല് ചെയ്യാൻ പറ്റിയാൽ ലിവർ സ്റ്റേജ് കഴിഞ്ഞ് മീറോസോയിഡ്സ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. ടിഷ്യൂ സ്കിസോണ്ട് റപ്ചർ ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള മീറോസോയിഡ്സ് ബ്ലഡിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ടിഷ്യൂ സ്കിസോണ്ടിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ബ്ലഡിലേക്ക് മീറോസോയിഡ്സ് എത്തുകയില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡ് സ്റ്റേജ് നടക്കില്ല. ബ്ലഡ് സ്റ്റേജ് നടന്നില്ലെങ്കിൽ പേഷ്യൻറ്റിന് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് പേഷ്യൻറ്റിന് മലേറിയ എന്നുള്ള കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല. ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ട്, പക്ഷെ ബ്ലഡിലേക്ക് എത്താത്തത് കൊണ്ട് മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുന്നില്ല. നമുക്കറിയാം, ഒരു രോഗത്തിനെ തടയുന്നതിന് പ്രൊഫിലാക്സിസ് എന്നാണ് പറയുന്നത്. ഇവിടെ പേഷ്യൻറ്റിന് മലേറിയയുടെ ഒരു സൈൻസ് ആൻഡ് സിംറ്റവും ഉണ്ടാവില്ല. ബിക്കോസ് പേഷ്യൻറ്റ് ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഡ്രഗ് കഴിക്കുവാണ്. ആ ഡ്രഗ്സാണ് പ്രിമാക്യൂൻ, ടെഫെനോക്യൂൻ, പ്രഗ്വാനിൽ ആൻഡ് ടെട്രാസൈക്ലിൻ. നേരത്തെ പറഞ്ഞ പോലെ ടെഫെനോക്യൂൻ ആദ്യത്തെ ഗ്രൂപ്പിലും ഉണ്ട്, രണ്ടാമത്തെ ഗ്രൂപ്പിലും ഉണ്ട്. അപ്പോൾ ഒരു ഡ്രഗ് തന്നെ ഒന്നിലധികം എഫക്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സാണ് ബ്ലഡ് സ്കിസോണ്ടിസിഡൽ. ബ്ലഡിൽ RBCക്ക് അകത്ത് മീറോസോയിഡ്സ് മെച്ചുവർ ചെയ്തുണ്ടാവുന്ന ഫോമാണ് ബ്ലഡ് സ്കിസോണ്ട്. ഈ ബ്ലഡ് സ്കിസോണ്ടിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഡ്രഗ്സാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ക്ലിനിക്കൽ ക്യൂറിന് ഉപയോഗിക്കാമെന്നതാണ്. നമുക്കറിയാം, ബ്ലഡിൽ പാരസൈറ്റ് എത്തിക്കഴിയുമ്പോൾ മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് തുടങ്ങും. ആ സൈൻസ് ആൻഡ് സിംറ്റംസ് കുറയണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്സ് നിർബന്ധമായിട്ടും കഴിക്കണം. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ മലേറിയ ഡെവലപ്പ് ചെയ്ത ഒരു പേഷ്യൻറ്റിന് ക്ലിനിക്കലി അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് ബ്ലഡ് സ്കിസോണ്ടിസിഡൽ ഡ്രഗ്സ്. ഡ്രഗ്സിന് എക്സാമ്പിൾസ് ക്ലോറോക്യൂൻ, എമോഡയാക്യൂൻ, പൈറിമെത്താമിൻ, പ്രഗ്വാനിൽ, ക്യുനീൻ, മെഫ്ലോക്യൂൻ, ആർട്ടിമിസിനിൻ, ടെട്രാസൈക്ലിൻസ്, ഹാലോഫാൻഡ്രിൻ. അടുത്തത് ഗാമറ്റോസിഡൽ ഡ്രഗ്സ് ആണ്. നമുക്കറിയാം, ബ്ലഡ് സ്റ്റേജിൻ്റെ അവസാനം ചില മീറോസോയിഡ്സ് ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഗാമറ്റോസൈറ്റ്സ് ആവുന്നത് കൊണ്ടാണ് ഒരു മലേറിയ ഉള്ള പേഷ്യൻറ്റിനെ കൊതുക് കടിച്ചാൽ ആ കൊതുക് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകർത്തുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഗാമറ്റോസൈറ്റ്സിനെ കില്ല് ചെയ്യാൻ സാധിച്ചാൽ മലേറിയ കൊതുക് വഴി മറ്റൊരാൾക്ക് കിട്ടുന്നത് തടയാം. അങ്ങനെ വരുമ്പോൾ ഗാമറ്റോസൈറ്റ്സിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിമാക്യൂനും ടെഫെനോക്യൂനും ആണ് ഈ എബിലിറ്റിയുള്ള ഡ്രഗ്സ്. ഈ ഗ്രൂപ്പിൽ ഉള്ള ഡ്രഗ്സ് ഒരു മലേറിയൽ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് വഴി മലേറിയയുടെ ട്രാൻസ്മിഷൻ തടയാൻ സാധിക്കും. ഇനി ഈ ഗ്രൂപ്പുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ഡ്രഗ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഡ്രഗ് പ്രിമാക്യൂൻ ആണ്. പ്രിമാക്യൂൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആദ്യം പറയാം. പ്രിമാക്യൂൻ ഒരു പ്രോ ഡ്രഗ് ആണെന്ന് പറയാം. അതായത്
ഒരു പ്രോഡ്രഗാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് എത്തിക്കഴിയുമ്പോൾ എൻസൈം സിസ്റ്റം അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ആക്റ്റീവ് ഡ്രഗ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആക്കി മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലൊരു ഡ്രഗാണ് പ്രിമാക്യൂൻ. പ്രിമാക്യൂവിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ ആക്റ്റീവ് മെറ്റബോളൈറ്റിൻ്റെ പ്രത്യേകത അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എന്നതാണ്. നമുക്കറിയാം ഓക്സിഡൈസിങ് ഏജൻസിനെ മറ്റ് മോളിക്യൂൾസിനെ ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പാരസൈറ്റിൻ്റെ സ്ട്രക്ചറിലുള്ള പല മോളിക്യൂൾസിനെയും ഈ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഓക്സിഡൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ആൻറ്റി പാരസൈറ്റിക് ആക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ആക്ഷൻ ഉള്ളത് കൊണ്ട് ഈ ഡ്രഗിന് മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ അത് പൊട്ടിച്ചു കളയും. ഓക്സിഡേഷൻ വഴി റെഡ് ബ്ലഡ് സെൽസിനെ പൊട്ടിച്ചു കളയുന്നത് കൊണ്ടാണ് ഈ ഡ്രഗിന് ഹീമോലൈസിസ് എന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റ് കൂടി ഉള്ളത്. ഈ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് നേരത്തെ പറഞ്ഞു, ഇതൊരു പ്രോഡ്രഗാണ്. ഓറൽ അഡ്മിനിസ്ട്രേഷൻ വഴി ആണ് ഇത് കൊടുക്കുന്നത്. ലിവറിലെത്തുമ്പോൾ അവിടെയുള്ള എൻസൈം സിസ്റ്റം പ്രിമാക്യൂവിനെ ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെയാണ് ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഉണ്ടാവുന്നത്. ആ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആണ് പിന്നീട് പാരസൈറ്റിൻ്റെ ഡെത്ത് ഉണ്ടാക്കുന്നത്. പ്രിമാക്യൂവിൻ്റെ മെറ്റബോളൈറ്റ്സ് യൂറിൻ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പ്രിമാക്യൂവിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ഹിപ്നോസോയിഡ്സിനെതിരെയും ഗാമറ്റോസൈഡ്സിനെതിരെയും എഫക്റ്റീവായ ഒരു ഡ്രഗാണ് പ്രിമാക്യൂൻ. ക്ലാസിഫിക്കേഷനിൽ 2 ക്ലാസ്സിലും നമ്മൾ ഈ ഡ്രഗിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് എന്തൊക്കെയാവാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റേണ്ടതാണ്. ഹിപ്നോസോയിഡ്സ് എന്നുള്ളത് മലേറിയയുടെ റിലാപ്സ് ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റിക് ഫോമാണ്. ഹിപ്നോസോയിഡ്സിനെ കില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രിമാക്യൂൻ കഴിച്ചു കഴിഞ്ഞാൽ മലേറിയയുടെ റിലാപ്സ് വരില്ല. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് ഏറ്റവും കൂടുതൽ റിലാപ്സ് ഉണ്ടാക്കുന്ന മലേറിയൽ പാരസൈറ്റ്. പ്ലാസ്മോഡിയം വൈവാക്സ് കാരണം ഉണ്ടാവുന്ന റിലാപ്സ് തടയാൻ പ്രിമാക്യൂൻ 15 മില്ലിഗ്രാം പെർ ഡേ അഡ്മിനിസ്റ്റർ ചെയ്യണം. 14 ദിവസം വരെ ഇങ്ങനെ ഡ്രഗ് കഴിക്കേണ്ടതാണ്. അടുത്ത യൂസ് ട്രാൻസ്മിഷൻ തടയുക എന്നതാണ്. ഗാമറ്റോസിഡൽ ഡ്രഗ് ആയതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ മലേറിയൽ പാരസൈറ്റ്സിൻ്റെ ഗാമറ്റോസൈറ്റ്സിനെ പ്രിമാക്യൂൻ ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ട് പ്രിമാക്യൂൻ 45 mg സിംഗിൾ ഡോസ് പേഷ്യൻറ്റിന് കൊടുക്കുക. ആ സിംഗിൾ ഡോസ് കൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലെ ഗാമറ്റോസൈറ്റ്സ് കില്ല് ചെയ്യപ്പെടുകയും പേഷ്യൻറ്റിനെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ കൊതുകിന് മറ്റൊരാൾക്ക് അസുഖം പകർത്താൻ സാധിക്കാതെ വരികയും ചെയ്യും. പ്രിമാക്യൂവിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് നേരത്തെ പറഞ്ഞതുപോലെ RBCനെ പൊട്ടിക്കാൻ അല്ലെങ്കിൽ ഹിമോലൈസിസ് ഉണ്ടാക്കാൻ പ്രിമാക്യൂവിന് സാധിക്കും. ബിക്കോസ് പ്രിമാക്യൂൻ ഒരു ഓക്സിഡൈസിങ് ഡ്രഗാണ്. ഹീമോലൈസിസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക G6PD ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിനാണ്. നമുക്കറിയാം G6PD എൻസൈമാണ് RBCനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ആ എൻസൈം ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഹീമോലൈസിസ് കൂടുതലായിരിക്കും. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റ് GI ഡിസ്റ്റർബൻസസ് ആണ്. ഇത് വളരെ കൂടുതലായതുകൊണ്ട് പ്രിമാക്യൂൻ ഫുഡിൻ്റെ കൂടെ കഴിക്കേണ്ടതാണ്. അതായത് എംപ്റ്റി സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞ് വളരെ നേരം കഴിഞ്ഞിട്ടോ ഒന്നും പ്രിമാക്യൂൻ കഴിക്കരുത്. ഈ ഡ്രഗിനൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. പ്രഗ്നൻസിയിലാണത്. ബിക്കോസ് പ്രഗ്നൻറ്റ് മദർ പ്രിമാക്യൂൻ കഴിക്കുമ്പോൾ അത് ഫീറ്റസിൻ്റെ ശരീരത്തിലെത്തും. ഓർക്കേണ്ടത് ഫീറ്റസിൻ്റെ ശരീരത്തിൽ G6PD എൻസൈം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫീറ്റസിൻ്റെ ശരീരത്തിൽ ഹീമോലൈസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഡ്രഗ് ക്ലോറോക്യൂൻ. ഇത് ഒരു പ്രധാനപ്പെട്ട ഡ്രഗാണ്, മാർക്ക് ചെയ്യണം. ക്ലോറോക്യൂൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആദ്യം പറയാം. പാരസൈറ്റിന് ന്യൂട്രീഷൻ ലഭിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്നാണ്. മലേറിയൽ പാരസൈറ്റ് നമ്മുടെ ഹീമോഗ്ലോബിനെ ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ന്യൂട്രീഷൻ ഉണ്ടാക്കുന്നത്. ഹീമോഗ്ലോബിനെ അത് ഡൈജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ശരീരത്തിലുള്ള ഫുഡ് വാക്യൂൾസിൽ വെച്ചിട്ടാണ്.
ഈ ഫുഡ് വാക്യൂൾസിലേക്ക് ഹീമോഗ്ലോബിനെ അപ്ടേക്ക് ചെയ്യുകയും അവിടെ വെച്ച് ഹീമോഗ്ലോബിനെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫുഡ് വാക്യൂളിൻ്റെ പ്രത്യേകത അതിൻ്റെ pH അസിഡിക് ആണ്. എങ്ങനെയാണ് ഹീമോഗ്ലോബിൻ്റെ ഡൈജഷൻ നടക്കുന്നത്? ഹീമോഗ്ലോബിൻ ആദ്യം ഹീമായിട്ട് മാറും. ഹീം പിന്നീട് ഹീമോസോയിൻ ആവും. ആക്ച്വലി ഹീം അതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ അത് പാരസൈറ്റിന് സഹിക്കാൻ പറ്റില്ല. പാരസൈറ്റിന് അത് താങ്ങാൻ പറ്റില്ല. ബിക്കോസ് പാരസൈറ്റിനെ സംബന്ധിച്ച് ഹീം എന്നുള്ളത് ഒരു ടോക്സിക് കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ പാരസൈറ്റ് അപ്പോൾ തന്നെ ഹീമിനെ ഹീമോസോയിൻ ആക്കി മാറ്റും. ഹീമോസോയിൻ എന്നുള്ളത് പാരസൈറ്റിനൊരു നല്ല കാര്യമാണ്. അത് നോൺ ടോക്സിക് ആണ്. നോർമലി ഇങ്ങനെയാണ് ഹീമോഗ്ലോബിൻ്റെ ഡൈജഷൻ പാരസൈറ്റിൻ്റെ ശരീരത്തിൽ നടക്കുന്നത്. ഇനി ഡ്രഗ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ക്ലോറോക്വിൻ കഴിക്കുമ്പോൾ ക്ലോറോക്വിൻ പാരസൈറ്റിൻ്റെ ശരീരത്തിലുള്ള ഫുഡ് വാക്യൂളിനകത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ക്ലോറോക്വിൻ ഒരു ബേസിക് നേച്ചറാണ്. നമുക്കറിയാം പാരസൈറ്റിൻ്റെ ഫുഡ് വാക്യൂളിന് അസിഡിക് നേച്ചറാണ്. അവിടെ ബേസിക് നേച്ചറുള്ള ഒരു ഡ്രഗ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഹീമോസോയിനായി മാറുന്ന പ്രോസസ്സ് സ്റ്റോപ്പാവും. നമുക്കറിയാം ഹീം എന്നുള്ളത് പാരസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ഹീം അതിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ബിക്കോസ് അത് ഹീമോസോയിനായി മാറാൻ സാധിക്കുന്നില്ല ഡ്രഗിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട്. അപ്പോൾ ഹീം പാരസൈറ്റിൻ്റെ ശരീരത്തിൽ കൂടി വരുമ്പോൾ അത് പാരസൈറ്റിൻ്റെ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിന് തകരാറുണ്ടാക്കുകയും പാരസൈറ്റിനെ കില്ല് ചെയ്യുകയും ചെയ്യുന്നു. ക്ലോറോക്വിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓറൽ, ഇൻട്രാമസ്കുലാർ ആൻഡ് സബ്ക്യൂട്ടേനിയസ്. ഓറലി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല അബ്സോർപ്ഷൻ ഉണ്ടാവും. ഇത് വളരെ നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഡ്രഗാണ്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ടേം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ഉള്ള ഒരു ഡ്രഗാണെങ്കിൽ ആ ഡ്രഗിന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കടന്നു പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഡ്രഗാണ് ക്ലോറോക്വിൻ. ക്ലോറോക്വിൻ്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 115 ലിറ്റേഴ്സ് പെർ കിലോഗ്രാം ആണ്. ക്ലോറോക്വിൻ ലിവറിലേക്കും കിഡ്നിയിലേക്കും സ്പ്ലീനിലേക്കും മെലാനിൻ പിഗ്മെൻ്റ് എവിടെയൊക്കെയുണ്ടോ അവിടങ്ങളിലേക്കും കൂടാതെ CNSയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം മെലാനിനുള്ള ഒരു സൈറ്റ് റെറ്റിനയാണ്. റെറ്റിനയിലേക്ക് ക്ലോറോക്വിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പേഷ്യൻ്റ് വളരെ കാലം ക്ലോറോക്വിൻ കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോറോക്വിന് കാഴ്ച സംബന്ധമായ ചില അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. ക്ലോറോക്വിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ഇനി പറയുന്നവയാണ്. ഒന്നാമത്തേത് ക്ലിനിക്കൽ ക്യൂർ. മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് തുടങ്ങിയ ഒരാൾക്ക് മലേറിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗാണ് ക്ലോറോക്വിൻ. ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നമുക്കറിയാം ഇതൊരു ബ്ലഡ് സ്കിസോണ്ടിസിഡൽ ഡ്രഗാണ്. അതായത് മലേറിയൽ പാരസൈറ്റിൻ്റെ എരിത്രോസൈറ്റിക് സ്റ്റേജിനെ ആണ് ഈ ഡ്രഗ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനുണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറയുന്നു. അത് ഏത് ടൈപ്പ് ഓഫ് മലേറിയൽ പാരസൈറ്റ് ആയിക്കോട്ടെ, പ്ലാസ്മോഡിയം വൈവാക്സ് ആയിക്കോട്ടെ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാര ആയിക്കോട്ടെ, അങ്ങനെ ഏതും ആയിക്കോട്ടെ. കൂടാതെ 1 മുതൽ 3 വരെ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പാരസൈറ്റ് ഡിസപ്പിയർ ആവും. ഇത് കൂടാതെ മറ്റ് ചില ഉപയോഗങ്ങൾ കൂടി ക്ലോറോക്വിനുണ്ട്. മലേറിയയുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത മറ്റ് പല അസുഖങ്ങൾക്കും ക്ലോറോക്വിൻ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് ഡിസ്കോയിഡ് ലൂപ്പസ് എരിത്തീമാറ്റോസസ് ആണ്. ഇത് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. മറ്റൊരു യൂസ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ്. ഇൻറ്റസ്റ്റൈനിന് പുറത്ത്, ഫോർ എക്സാമ്പിൾ ബ്ലഡിൽ, ലിവറിൽ ഒക്കെ അമീബിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അത് ട്രീറ്റ് ചെയ്യാൻ. മറ്റൊന്ന് ലെപ്രേ റിയാക്ഷൻ. ലെപ്രസിയുടെ
ഹൈലി റിയാക്റ്റീവ് കണ്ടീഷനാണ് ലെപ്രെ റിയാക്ഷൻ, അത് ട്രീറ്റ് ചെയ്യാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഉപയോഗം റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ട്രീറ്റ് ചെയ്യാൻ. അടുത്തത് ക്യൂട്ടേനിയ ടാർഡയാണ്. ഇത് ലിവറിനെയും സ്കിന്നിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ്. ഇവിടെ ബോഡിയിൽ ഹീമിൻ്റെ സിന്തസിസിനെ സഹായിക്കുന്ന എൻസൈമിൻ്റെ ലെവൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് സൺലൈറ്റൊക്കെ കൊള്ളുമ്പോൾ സ്കിൻ ബ്ലിസ്റ്ററിങ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഫ്രജൈലിറ്റി കൂടും. അപ്പോൾ ക്ലോറോക്വിൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഹീമിൻ്റെ ഡിസ്ട്രക്ഷൻ പരമാവധി കുറയ്ക്കുക എന്നതാണ്. പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഹീമിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹീം ലെവൽ എങ്ങനെയെങ്കിലും കൂട്ടണം. ക്ലോറോക്വിൻ കഴിക്കുമ്പോൾ ഹീമിൻ്റെ ഡിസ്ട്രക്ഷൻ കുറയുന്നുണ്ട്. ഹീമിൻ്റെ ഡിസ്ട്രക്ഷൻ കുറയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഹീമിൻ്റെ ലെവൽ കൂടുകയും ക്യൂട്ടേനിയ ടാർഡ എന്ന കണ്ടീഷൻ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഡ്രഗിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സിൽ ഒന്ന് വിഷ്വൽ ഡിസ്റ്റർബൻസ്, നേരത്തെ പറഞ്ഞു. മൈൽഡ് ഹെഡേക്ക്, ലിക്കനോയിഡ് സ്കിൻ എറപ്ഷൻ, തൊലിപ്പുറത്തുണ്ടാവുന്ന ഒരു പ്രത്യേകതരം പാടുകളാണ് ലിക്കനോയിഡ് സ്കിൻ എറപ്ഷൻ എന്നുള്ളത്. ആ ഏരിയയിലുള്ള സ്കിന്ന് ഡാമേജ്ഡ് ആയതുകൊണ്ട് അവിടെയുള്ള സ്കിന്ന് ചെറുതായിട്ട് പയ്യെ ഇങ്ങനെ പൊളിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് പ്രൂരിറ്റസ് ആണ്. സിവിയർ ഇച്ചിങ്ങിനെയാണ് പ്രൂരിറ്റസ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലോറോക്വിൻ്റെ ഓവർഡോസ് അല്ലെങ്കിൽ ക്ലോറോക്വിൻ്റെ ടോക്സിസിറ്റി ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് കാർഡിയോവാസ്കുലർ കൊളാപ്സ് ഉണ്ടാവാം. റിമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് ക്ലോറോക്വിൻ ലോങ് ടേമിൽ കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് റെറ്റിനയിൽ ക്ലോറോക്വിൻ ഡെപ്പോസിഷൻ വരികയും അത് റെറ്റിനോപ്പതി എന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ കാഴ്ച സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇത് റിവേഴ്സിബിളാണ്. ഡ്രഗ് സ്റ്റോപ്പ് ആക്കുമ്പോഴത്തേക്ക് ഈ പ്രോബ്ലം പതിയെ കുറഞ്ഞു വരും. അടുത്തത് എമോഡയാക്വിൻ ആണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും അഡ്വേഴ്സ് എഫക്ട്സും ക്ലോറോക്വിൻ്റെ അതേപോലെ തന്നെയാണ്. ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്, ക്ലോറോക്വിൻ കൊടുത്തിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പാരസൈറ്റുകളുണ്ട്. ബിക്കോസ് അത്തരം പാരസൈറ്റുകൾക്ക് ക്ലോറോക്വിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ട്. അത്തരം കേസുകളിൽ ക്ലോറോക്വിൻ കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എമോഡയാക്വിൻ ആണ്. അടുത്ത ഡ്രഗ് പൈറിമെത്താമിൻ ആണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, പാരസൈറ്റിൻ്റെ ശരീരത്തിൽ DHFR എൻസൈം ഉണ്ട്, അഥവാ ഡൈഹൈഡ്രോഫൊളേറ്റ് റിഡക്റ്റേസ് എൻസൈം. എന്താണ് ഈ എൻസൈമിൻ്റെ റോള്? പാരസൈറ്റിൻ്റെ ശരീരത്തിൽ ഡൈഹൈഡ്രോഫൊളേറ്റിനെ ടെട്രാഹൈഡ്രോഫൊളേറ്റാക്കി മാറ്റുന്നത് DHFR എൻസൈമാണ്. ഈ ടെട്രാഹൈഡ്രോഫൊളേറ്റ് ആണ് പിന്നീട് പാരസൈറ്റിൻ്റെ DNA ഉണ്ടാവാൻ ഉപയോഗിക്കപ്പെടുന്നത്. അതായത് ഈ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പാരസൈറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയാം. അപ്പോൾ DHFR എന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് പൈറിമെത്താമിൻ. അതുകൊണ്ട് തന്നെ ഡൈഹൈഡ്രോഫൊളേറ്റ് ടെട്രാഹൈഡ്രോഫൊളേറ്റ് ആയി മാറില്ല. ഈ ടെട്രാഹൈഡ്രോഫൊളേറ്റ് ഉണ്ടായില്ലെങ്കിൽ DNA ഉണ്ടാവില്ല. അതുണ്ടായില്ലെങ്കിൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂ ആവാൻ സാധിക്കില്ല. പാരസൈറ്റിൻ്റെ ശരീരത്തിലുള്ളതുപോലെ നമ്മുടെ ശരീരത്തിലും DHFR എൻസൈം ഉണ്ട്. ഏതാണ്ട് ഇതേ റോളുകളൊക്കെ തന്നെയാണ് അത് നിർവഹിക്കുന്നത്. പക്ഷേ അഡ്വാൻറ്റേജ് പൈറിമെത്താമിൻ നമ്മുടെ ശരീരത്തിലുള്ള DHFR എൻസൈമിനെ അധികം ബ്ലോക്ക് ചെയ്യില്ല. കൂടുതലും പ്രോട്ടോസോവയുടെ അല്ലെങ്കിൽ മലേറിയൽ പാരസൈറ്റിൻ്റെ DHFRനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് കിഡ്നി, ലിവർ, സ്പ്ലീൻ എന്നിവിടങ്ങളിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. എലിമിനേഷൻ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്ന് ഡ്രഗ് എത്ര വേഗത്തിൽ പുറത്തേക്ക് എത്തുന്നു എന്നതിൻ്റെ ഒരു മെഷറാണ്. ടി ഹാഫ് തന്നെയാണ് ബേസിക്കലി. 80 hours ആണ് ഇതിൻ്റെ ടി ഹാഫ്. എക്സ്ക്രീറ്റഡ് ഇൻ ബ്രസ്റ്റ് മിൽക്ക്. ഈ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്, പൈറിമെത്താമിൻ പൊതുവെ ഒറ്റയ്ക്ക് കൊടുക്കാറില്ല.
പൈറിമെത്താമിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സൾഫോണമൈഡും കൂടെ കൊടുക്കേണ്ടതാണ്. സൾഫോണമൈഡ് ഗ്രൂപ്പിൽ വരുന്ന വിവിധ ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടതുപോലെ പൈറിമെത്താമിൻ ബ്ലഡ് സ്കിസോണ്ടിസിഡൽ വിഭാഗത്തിൽ വരുന്ന ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് തുടങ്ങിയതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രഗാണ് പൈറിമെത്താമിൻ. അതായത് ഒരു ക്ലിനിക്കൽ ക്യൂറിന് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രഗാണ് പൈറിമെത്താമിൻ. എസ്പെഷ്യലി ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരാണ്. മാത്രമല്ല ആ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിന് ക്ലോറോക്യൂൻ എന്ന ഡ്രഗിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്കിൽ ക്ലോറോക്വിൻ കൊടുത്തിട്ട് കാര്യമില്ല, പകരം എന്ത് കൊടുക്കുക? പൈറിമെത്താമിൻ കൊടുക്കുക. നേരത്തെ പറഞ്ഞു പൈറിമെത്താമിൻ ഒറ്റയ്ക്ക് കൊടുക്കാറില്ല, ഏതെങ്കിലും ഒരു സൾഫോണമൈഡിൻ്റെ കൂടെയാണ് കൊടുക്കാറുള്ളത്. അതിനൊരു ഉദാഹരണമാണ് പൈറിമെത്താമിൻ്റെ കൂടെ സൾഫർഡോക്സിൻ കൊടുക്കുന്നത്. സൾഫർഡോക്സിൻ എന്നുള്ളത് ഒരു സൾഫോണമൈഡാണ്. നമുക്കറിയാം സൾഫോണമൈഡ് എന്നുള്ളത് ഒരു ആൻറ്റി മൈക്രോബിയൽ ഡ്രഗാണ്. ഈ ഡ്രഗിന് വലിയ ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റി ഒന്നുമില്ല. ചെറുതായിട്ട് മലേറിയൽ പാരസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ ഡ്രഗ് പൈറിമെത്താമിൻ്റെ കൂടെ കൊടുക്കുന്നത്? അതിന് കാരണം പൈറിമെത്താമിൻ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ പാരസൈറ്റ് വളരെ വേഗത്തിൽ പൈറിമെത്താമിനെതിരെ റെസിസ്റ്റൻസ് കൈവരിക്കുന്നു. ഇത് ഒഴിവാക്കാനാണ് പൈറിമെത്താമിൻ സൾഫഡോക്സിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഈ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ പാരസൈറ്റിന് ഡ്രഗിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുക്കുന്നത് 1:20 എന്ന റേഷ്യോയിലാണ്. പൈറിമെത്താമിൻ 75 mg ആണെങ്കിൽ സൾഫഡോക്സിൻ 1500 mg ആണ് കൊടുക്കേണ്ടത്. പൈറിമെത്താമിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് നേരത്തെ പറഞ്ഞു. DHFR എൻസൈമിനെയാണ് പൈറിമെത്താമിൻ ബ്ലോക്ക് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ DHFRനെയും ചെറിയ തോതിലൊക്കെ അത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൊളേറ്റ് ഡെഫിഷ്യൻസി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം ഫൊളേറ്റ് ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വരുന്നൊരു പ്രശ്നമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മറ്റ് അഡ്വേഴ്സ് എഫക്ട്സ് സ്കിൻ റാഷസ് ആൻഡ് നോസിയ. അടുത്ത ഡ്രഗ് പ്രഗ്വാനിലാണ്. പ്രഗ്വാനിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പൈറിമെത്താമിൻ്റെ അതേ മെക്കാനിസം തന്നെയാണ്. പക്ഷേ പ്രഗ്വാനിൽ ഒരു പ്രോഡ്രഗ് ആയതുകൊണ്ട് ശരീരത്തിനകത്ത് വെച്ച് പ്രഗ്വാനിൽ ആക്റ്റീവ് മെറ്റബോളൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം. ആ ആക്റ്റീവ് മെറ്റബോളൈറ്റാണ് DHFRനെ ബ്ലോക്ക് ചെയ്യുന്നത്. പ്രഗ്വാനിലിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് കാഷ്വൽ പ്രൊഫിലാക്സിസിനാണ് ഈ ഡ്രഗ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ആളുടെ ലിവറിൽ പാരസൈറ്റ് ഉണ്ട്, പക്ഷേ അത് ബ്ലഡിലേക്ക് എത്തിയിട്ടില്ല. ലിവറിൽ ലൈഫ് സൈക്കിള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേജിൽ പേഷ്യൻറ്റിന് സിംറ്റംസ് ഒന്നുമില്ല. ആ സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രഗ്വാനിൽ കൊടുക്കുകയാണെങ്കിൽ അത് ലിവറിലെത്തുകയും അവിടെയുള്ള പാരസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ക്ലാസിഫിക്കേഷൻ നോക്കുക. ഈ ഡ്രഗ് ടിഷ്യൂ സ്കിസോണ്ടിസിഡൽ വിഭാഗത്തിൽ വരുന്നതാണ്. ലിവറിലുള്ള സ്കിസോണ്ടിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ലിവറിൽ വെച്ച് തന്നെ ഡ്രഗ് പാരസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ മലേറിയയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും വരാതെ ഇരിക്കാൻ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് പ്രഗ്വാനിൽ. അഡ്വേഴ്സ് എഫക്ട്സ് ട്രാൻസിയൻറ്റ് ഹെയർ ലോസ് എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആണ്. മുടി പോവും, പക്ഷേ പിന്നീട് ക്രമേണ അത് വന്നോളും. സ്റ്റൊമറ്റൈറ്റിസ്, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ഓറൽ ക്യാവിറ്റി, വായ്ക്കകത്ത് വായ്പുണ്ണ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അത് പെയിൻഫുള്ളും ആയിരിക്കും. മറ്റൊന്ന് ഹെമറ്റൂറിയ ആണ്, ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ യൂറിൻ. അടുത്ത ഡ്രഗ് ക്യുനിൻ ആണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ്, മാർക്ക് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഈ ഡ്രഗ് ഒരു ആൽക്കലോയിഡാണ്. ആൽക്കലോയിഡ് എന്നുള്ളത് പ്ലാന്റ്സിൽ നിന്നും എടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ഇതിന് ഒരു ആൽക്കലൈൻ നേച്ചറായിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസിക് നേച്ചറായിരിക്കും. മറ്റൊരു പ്രത്യേകത, ആൽക്കലോയിഡ്സിനെല്ലാം എന്തെങ്കിലും ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാവും.
പല തരം ആൽക്കലോയിഡ്സ് ഉണ്ട്, അതിലൊന്ന് മാത്രമാണ് ക്യുനിൻ. ക്യുനിൻ എടുത്തിരിക്കുന്നത് സിങ്കോണ എന്ന ട്രീയിൽ നിന്നാണ്. ഇതേ സിങ്കോണ ട്രീയിൽ നിന്ന് മറ്റു പല ആൽക്കലോയിഡ്സും ഉണ്ടാക്കുന്നുണ്ട്. ക്യുനിഡിൻ, സിങ്കോണിഡിൻ. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ക്യുനിനാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി മലേറിയൽ ആക്ടിവിറ്റിയുള്ള ഡ്രഗ്. ക്യുനിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ക്ലോറോക്യൂണിൻ്റെ അതേ മെക്കാനിസം തന്നെയാണ്. അതായത് ഹീമിനെ ഹീമോസോയിൻ ആക്കുന്ന ആ പ്രോസസ്സിനെ ക്യുനിൻ സ്റ്റോപ്പ് ചെയ്യും. ഹീം ബിൽഡപ്പ് ഉണ്ടാവുമ്പോൾ പാരസൈറ്റിൻ്റെ ഡെത്ത് ഉണ്ടാവും. ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ഓറലി കൊടുത്താൽ അബ്സോർപ്ഷൻ നടക്കും. ഹാഫ് ലൈഫ് 10 hours ആണ്. ബ്ലഡിലെത്തിക്കഴിയുമ്പോൾ ഡ്രഗിൻ്റെ വലിയൊരു ഭാഗം ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. ലിവറിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വളരെ നന്നായിട്ട് മെറ്റബോളൈസ് ചെയ്യപ്പെടും. എസ്പെഷ്യലി സൈറ്റോക്രോം P3A4 എന്ന എൻസൈമാണ് ക്യുനിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. യൂറിൻ വഴിയാണ് ഈ ഡ്രഗിൻ്റെ എക്സ്ക്രീഷൻ നടക്കുന്നത്. ഈ ഡ്രഗ് ഓറലി കൊടുക്കുന്നത് കൂടാതെ ഇൻട്രാമസ്കുലാർലിയും സ്ലോ IV ആയിട്ടും കൊടുക്കാം. ഐ റിപ്പീറ്റ്, സ്ലോ IV. ഈ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കുക. ക്ലിനിക്കൽ ക്യൂറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിനെതിരെ ആണ് ഈ ഡ്രഗ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുതന്നെ മറ്റ് ഡ്രഗുകളൊന്നും കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്ലാസ്മോഡിയം ഫാൽസിപാര ആണെങ്കിൽ പോലും ക്യുനിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം പാരസൈറ്റിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. ക്യുനിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. അതിലൊന്നാമത്തതും പ്രധാനപ്പെട്ടതുമാണ് സിങ്കോണിസം. സിങ്കോണിസം എന്നുള്ളത് കുറേ അഡ്വേഴ്സ് എഫക്റ്റിൻ്റെ ഒരു കലക്ഷനാണ്. ഫോർ എക്സാമ്പിൾ ടിനിറ്റസ്, ചെവിയിലുണ്ടാവുന്ന മൂളിച്ച ആണ് ടിനിറ്റസ്. നോസിയ, ഹെഡേക്ക്, വൊമിറ്റിംഗ്, വേർട്ടിഗോ, തല കറങ്ങുന്നത് പോലെ ഉള്ള ഒരു ഫീലിംഗ് ആണ് വേർട്ടിഗോ. ഫീലിംഗ് ഓഫ് ഇംബാലൻസ് എന്ന് പറയാം. കാഴ്ച മങ്ങുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവാം. ഇതിനെല്ലാം കൂടെയാണ് സിങ്കോണിസം എന്ന് വിളിക്കുന്നത്. ഇനി സ്കിന്നിലുണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സ്, റാഷസ് ഉണ്ടാവാം, ആൻജിയോ എഡീമ ഉണ്ടാവാം. സ്കിന്നിലുണ്ടാവുന്ന എഡീമയാണ് ആൻജിയോ എഡീമ. ഇനി CNS ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്ട്സ് ഹെഡേക്ക്, റെസ്പിറേറ്ററി ഡിപ്രഷൻ ആൻഡ് BP ഫോൾ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റാണ് ഹൈപ്പർ ഇൻസുലിനീമിക് ഹൈപ്പോഗ്ലൈസീമിയ. ക്യുനിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഇൻസുലിൻ ലെവൽ കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇൻസുലിൻ ലെവൽ കൂടുമ്പോൾ നമുക്കറിയാം ഷുഗർ ലെവൽ കുറയും. അടുത്തത് അലർജിക് ആയ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ആസ്മ ഉണ്ടാവാം. എല്ലാവർക്കും അല്ല, ക്യുനിനോട് അലർജി ഉള്ളവർക്ക് മാത്രം. ഇനിയുള്ളത് പൾമണറി എഡീമയാണ്. ക്യുനിൻ കഴിക്കുമ്പോൾ നമ്മുടെ സ്കെലറ്റൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ബിക്കോസ് ക്യുനിൻ സ്കെലറ്റൽ മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കുന്നുണ്ട്. അടുത്തതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കാർഡിയക് അരീത്മിയയും ഹൈപ്പോടെൻഷനും ഉണ്ടാവും. എപ്പോൾ? ക്യുനിൻ ഫാസ്റ്റ് IV കൊടുത്തു കഴിയുമ്പോൾ. IV ഇൻഫ്യൂഷനാണ് കൊടുക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു, അഥവാ സ്ലോ IV ആണ് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ഒരു റാപ്പിഡ് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡെത്ത് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്യുനിൻ്റെ ഡോസ് സാധാരണഗതിയിൽ ക്യുനിൻ സൾഫേറ്റ് എന്ന ഫോമിലാണ് ഈ ഡ്രഗ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ക്ലിനിക്കൽ ക്യൂറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 600 mg എവറി 8 hours. ഇത് 7 to 10 days കണ്ടിന്യൂ ചെയ്യണം. ഈ പറഞ്ഞ ഡോസ് ഓറലിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അടുത്ത ഡ്രഗ് മെഫ്ലോക്യൂൻ ആണ്. മെഫ്ലോക്യൂൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ക്ലോറോക്യൂൻ്റെ അതേ മെക്കാനിസം തന്നെയാണ്. ഈ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ഫുഡിൻ്റെ പ്രസൻസിൽ ഈ ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. ഓറലിയാണ് കഴിക്കേണ്ടത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. പേഷ്യൻറ്റിന് സീരിയസ് ഇൻഫെക്ഷൻസ് ഒക്കെ ആവുമ്പോൾ ഓറൽ റൂട്ടിനെ നമുക്ക് അത്ര കണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് മലേറിയയുടെ ക്ലിനിക്കൽ ക്യൂറിനാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ബ്ലഡ് സ്കിസോണ്ടിസിഡൽ ഡ്രഗ്.
പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മെഫ്ലോക്വിൻ പ്രിഫർ ചെയ്യാറുള്ളത്. അഡ്വേഴ്സ് എഫക്ട്സ് ഹെഡേക്ക്, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ഓഡിറ്ററി ഡിസ്റ്റർബൻസസ്, ന്യൂറോസൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് ആൻഡ് അരിത്മിയ. ഏതാണ്ട് ക്യുനിൻ്റെ അതേ അഡ്വേഴ്സ് എഫക്ട്സ് ഒക്കെ മെഫ്ലോക്വിനും കാണിക്കുന്നുണ്ട്. അതിൽ ന്യൂറോസൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യണം. മെഫ്ലോക്വിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഇനി പറയുന്ന ആൾക്കാർ മെഫ്ലോക്വിൻ കഴിക്കാൻ പാടില്ല. 15 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള കുട്ടികൾ, പ്രഗ്നൻ്റ് ലേഡി, അവർ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ, ലാക്ടേറ്റിംഗ് ലേഡി ആണെങ്കിൽ. അടുത്ത ഡ്രഗ് ആർട്ടിമിസിനിൻസ് ആണ്. ഈ ആർട്ടിമിസിനിൻ എന്നുള്ളത് പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രഗാണ്. പക്ഷേ ആർട്ടിമിസിനിൻ എന്ന നാച്ചുറൽ പ്രൊഡക്റ്റിന് പലതരം കെമിക്കൽ ചേഞ്ചസും വരുത്തി ചില ഡെറിവേറ്റീവ്സ് കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർട്ടിമിസിനും അതിൻ്റെ ഡെറിവേറ്റീവ്സും കലക്റ്റീവ്ലി അറിയപ്പെടുന്നത് ആർട്ടിമിസിനിൻസ് എന്നാണ്. ഏതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്? ഒന്ന് എന്തായാലും ആർട്ടിമിസിനിൻ ആയിരിക്കും. ആർട്ടിമിസിനിൻ നാച്ചുറൽ പ്രൊഡക്റ്റാണ്. ആർട്ടിമിസിയ ആന്വ എന്ന പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഡ്രഗാണ്. ഇതിൻ്റെ മറ്റൊരു പേര് സീഡ് വേം വുഡ്. അതിൻ്റെ ലീവ്സിൽ നിന്നാണ് ഈ ഡ്രഗ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആർട്ടിമിസിൻ ആണെങ്കിൽ ഓറലി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഓറലി കൊടുത്താൽ അബ്സോർപ്ഷനും കുറവാണ്. ബിക്കോസ് ആർട്ടിമിസിനിന് വാട്ടർ സോല്യൂബിലിറ്റി വളരെ കുറവാണ്. അപ്പോഴാണ് സയൻറ്റിസ്റ്റുകൾ ആലോചിച്ചത് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കിയാൽ എന്താ. ഡെറിവേറ്റീവ്സിൻ്റെ ഗുണം അതിന് കൂടുതൽ വാട്ടർ സോല്യൂബിലിറ്റി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. മാത്രമല്ല ഓറലി അല്ലാത്ത ചില റൂട്ടുകളിലും കൂടി കൊടുക്കാനും പറ്റും. അതിന് എക്സാമ്പിൾസാണ് ആർട്ടിമീറ്റർ. ആർട്ടിമീറ്ററിൻ്റെ റൂട്ട് ഓറലാണ്. പക്ഷേ ഓറൽ മാത്രമല്ല, ഇൻട്രാമസ്കുലാർ റൂട്ടിലും കൊടുക്കാൻ പറ്റും. അടുത്തൊരു ഡെറിവേറ്റീവാണ് ആർട്ടിസുനേറ്റ്. ഇതിൻ്റെ റൂട്ട് ഓറലി, ഇൻട്രാമസ്കുലർലി അതുമാത്രമാണോ? അല്ല, IV റൂട്ടിലും കൊടുക്കാം. മറ്റൊരു ഡെറിവേറ്റീവാണ് ആർട്ടി ഈതർ. ഇത് IM റൂട്ടിലാണ് കൊടുക്കുന്നത്. ഇതിൽ ആർട്ടി ഈതർ എന്നുള്ളത് ഓയിൽ സോല്യൂബിലിറ്റി ഉള്ള ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ഓയിലി ഇഞ്ചക്ഷൻസൊക്കെ ആർട്ടി ഈതർ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ആർട്ടിമിസിനിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താ? എക്സാക്റ്റ് മെക്കാനിസം അറിയില്ലെങ്കിലും ഏതാണ്ട് ഇനി പറയുന്ന മെക്കാനിസം ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആർട്ടിമിസിനിന് അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു എൻഡോപെറോക്സിഡേസ് ബ്രിഡ്ജ് ഉണ്ട്. കെമിക്കൽ സ്ട്രക്ചറിൽ ഈ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ആൻറ്റി മലേറിയൽ ആക്ഷൻ കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഈ എൻഡോപെറോക്സിഡേസ് ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ആർട്ടിമിസിനിൻ പാരസൈറ്റിൻ്റെ അകത്ത് എത്തുമ്പോൾ അതിൻ്റെ ഫുഡ് വാക്യൂൾസിനകത്ത് ഫ്രീ റാഡിക്കിൾസിനെ റിലീസ് ചെയ്യും. എൻഡോപെറോക്സിഡേസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഫ്രീ റാഡിക്കിൾസ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പാരസൈറ്റിൻ്റെ ഫുഡ് വാക്യൂൾസിൽ ഫ്രീ റാഡിക്കിൾസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ പാരസൈറ്റിൻ്റെ ലൈസിസ് അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടാവും. ഈ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ഇതൊരു പ്രോഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെത്തുമ്പോൾ അതിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് മാറണം. ഈ ഡ്രഗിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റിൻ്റെ പേരാണ് ഡൈഹൈഡ്രോ ആർട്ടിമിസിനിൻ അഥവാ DHA. ഈ ഡ്രഗിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ലിവറിൽ വെച്ചിട്ട് ഇത് ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറും. ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് സെൽഫ് ഇൻഡ്യൂസറാണ്. എന്ന് വെച്ചാൽ ആർട്ടിമിസിനിൻ തന്നെ അതിൻ്റെ മെക്കാനിസത്തിനെ ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്വയം ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറയാം. ഡ്രഗ് സ്വന്തം മെറ്റബോളിസം കൂട്ടും. ബിക്കോസ് ആർട്ടിമിസിനിൻ എന്ന മോളിക്യൂള് അതിനെ മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈംസിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ആർട്ടിമിസിനിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ക്ലാസിഫിക്കേഷനിൽ കണ്ടു. ഇതൊരു ബ്ലഡ് സ്കിസോണ്ടിസിഡൽ ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ക്യൂറിനാണ് ഉപയോഗിക്കുക. ദാറ്റ് മീൻസ് സിംറ്റംസ് തുടങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്ന ഡ്രഗാണ് ആർട്ടിമിസിനിൻ. ഏതൊക്കെ കേസിലാണ് ക്ലിനിക്കൽ ക്യൂർ പോസിബിൾ ആവുക?
ഒന്ന് അൺകോംപ്ലിക്കേറ്റഡ് ഫാൽസിപാരം മലേറിയ, മറ്റൊന്ന് ക്ലോറോക്യൂൺ റെസിസ്റ്റൻ്റ് ആയ വൈവാക്സ് മലേറിയ, മറ്റൊന്ന് കോംപ്ലിക്കേറ്റഡ് മലേറിയയാണ്. ഫോർ എക്സാമ്പിൾ മലേറിയ CNSനെ എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. അവിടെ നമ്മൾ ഓറൽ റൂട്ടിൽ ഉള്ള ഡ്രഗ്സ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് IV അല്ലെങ്കിൽ IM റൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏതെങ്കിലും ആർട്ടിമിസിനിൻ. അത് ആർട്ടിസുനേറ്റ് ആവാം, ആർട്ടിമീറ്റർ ആവാം, അല്ലെങ്കിൽ ആർട്ടി-ഈത്തർ ആവാം. ആർട്ടിമിസിനിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഒന്ന് ഡാർക്ക് കളേർഡ് യൂറിൻ. അപ്പോൾ അത് പേഷ്യൻ്റ് കൗൺസിലിംഗ് പോയിന്റിൽ കൂടി പറയേണ്ട കാര്യമാണ്. പേഷ്യൻറ്റിന് അതേക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ്. ലിവർ എൻസൈംസിൽ എലവേഷൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിമിസിനിൻ സ്വന്തം മെറ്റബോളിസം കൂട്ടുന്നത് എൻസൈം ലെവൽ കൂട്ടിയിട്ടാണ്. അത് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് കൂടിയായിട്ട് വരുന്നുണ്ട്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റാണ് QT പ്രൊലാങ്ങേഷൻ. ECGയിൽ QT ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് ആർട്ടിമിസിനിൻ കൂട്ടുന്നു. മറ്റൊന്ന് ടിനിറ്റസ്, റെറ്റിക്കുലോസൈറ്റോപീനിയ. റെറ്റിക്കുലോസൈറ്റ്സ് ഇമ്മച്യൂർ RBC ആണ്. ഡിക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിനെയാണ് റെറ്റിക്കുലോസൈറ്റോപീനിയ എന്ന് വിളിക്കുന്നത്. ന്യൂട്രോപീനിയ മീൻസ് ഡിക്രീസ്ഡ് ന്യൂട്രോഫിൽ കൗണ്ട്. ആർട്ടിമിസിനിന് ഒരു ഡ്രഗ് ഇൻ്ററാക്ഷൻ ഉണ്ട്. ഓൾറെഡി പറഞ്ഞു ആർട്ടിമിസിനിൻ QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കുന്ന മറ്റ് ഡ്രഗുകളുടെ കൂടെ ആർട്ടിമിസിനിൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് എക്സാമ്പിളാണ് ആൻറ്റി ആരിത്മിക് ഡ്രഗ്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, ഫിനോതയസിൻസ് എക്സെട്ര. അങ്ങനെ കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ QT ഇൻ്റർവെല്ല് വളരെ കൂടാനും അത് കാർഡിയാക് ഫെയിലിയറിലേക്ക് നയിക്കാനും ചാൻസ് ഉണ്ട്. നിലവിൽ ആർട്ടിമിസിനിൻ എപ്പോഴും ഒരു കോമ്പിനേഷൻ തെറാപ്പിക്കാണ് പ്രിഫർ ചെയ്യാറുള്ളത്. കോമ്പിനേഷൻ തെറാപ്പി മീൻസ് മറ്റ് ചില ഡ്രഗുകളുടെ കൂടെ ആർട്ടിമിസിനിൻ മിക്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. അതിന് ചില എക്സാമ്പിൾസാണ് ഇനി പറയുന്നത്. ഈ കോമ്പിനേഷൻസിലൊക്കെ ആർട്ടിമിസിനിൻ ഒരു കോമൺ ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ ആർട്ടിമീഥർ പ്ലസ് ലുമിഫാൻട്രിൻ, ആർട്ടിസുനേറ്റ് പ്ലസ് അമോഡിയാക്യൂൻ, ആർട്ടിസുനേറ്റ് പ്ലസ് മെഫ്ലോക്യൂൻ, ആർട്ടിസുനേറ്റ് പ്ലസ് സൾഫഡോക്സിൻ പ്ലസ് പൈറിമെത്താമിൻ എക്സെട്ര. അടുത്തത് ടെട്രാസൈക്ലിൻ ആണ്. ടെട്രാസൈക്ലിൻ 2 ക്ലാസ്സിൽ വരുന്നുണ്ട്. ഒന്ന് ടിഷ്യൂ സ്കിസോണ്ടിസിഡലാണ്, അതുകൊണ്ട് തന്നെ മലേറിയയുടെ പ്രോഫിലാക്സിസിന് ഉപയോഗിക്കുന്നു. 2 ബ്ലഡ് സ്കിസോണ്ടിസിഡലാണ്, അതുകൊണ്ട് തന്നെ മലേറിയയുടെ ക്ലിനിക്കൽ ക്യൂറിന് ഉപയോഗിക്കുന്നു. സിംറ്റംസ് വരുന്നതിന് മുമ്പാണെങ്കിൽ അതിനെ പ്രോഫിലാക്സിസ് എന്നും, സിംറ്റംസ് വന്നതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റിനെ ക്ലിനിക്കൽ ക്യൂർ എന്നും പറയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻറ്റി മലേറിയൽ ഡ്രഗ്സിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. ഓരോരോ ഡ്രഗായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡ്രഗ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതിലൊന്നാമത്തത് മെഫ്ലോക്യൂൻ ആണ്. മെഫ്ലോക്യൂൻ പ്രൊഫിലാറ്റിക് യൂസിന് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അതിനൊരു കാരണമുണ്ട്. മെഫ്ലോക്യൂന് ന്യൂറോസൈക്കാട്രിക് ഡിസ്റ്റർബൻസസ് കൂടുതലാണ്. അഡ്വേഴ്സ് എഫക്റ്റിൽ ഞാൻ ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. മെഫ്ലോക്യൂൻ കഴിക്കുമ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ, റെസ്റ്റ്ലെസ്നെസ്, കൺഫ്യൂഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. അപ്പോൾ പ്രൊഫിലാക്സിസിന് മറ്റ് നല്ല ഡ്രഗ്സ് വേറെ ഉള്ള സ്ഥിതിക്ക് മെഫ്ലോക്യൂൻ അനാവശ്യമായിട്ട് പ്രിഫർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റിന് മെഫ്ലോക്യൂൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു മലേറിയ മെഫ്ലോക്യൂൻ ഉപയോഗിച്ചാണ് ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ മെഫ്ലോക്യൂൻ പ്രിഫർ ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ അഡ്വേഴ്സ് എഫക്ട്സ് കാര്യമാക്കേണ്ടതില്ല. മെഫ്ലോക്യൂൻ കഴിക്കുമ്പോൾ കാർഡിയാക് ഫങ്ഷനും ലിവർ ഫങ്ഷനും ഇടയ്ക്കിടെ മോണിറ്റർ ചെയ്യേണ്ടതാണ്. മെഫ്ലോക്യൂന് ന്യൂറോസൈക്കാട്രിക് പ്രോബ്ലംസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് മെഫ്ലോക്യൂൻ്റെ കൂടെ ആൻറ്റി കൺവൾസൻസ് ഏതെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ
അത്തരം ആൻറ്റി കൺവൾസൻസിൻ്റെ ബ്ലഡ് ലെവൽ ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നന്നായിരിക്കും. ആൻറ്റി കൺവൾസൻസ് എന്നുള്ളത് എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ്. ഫിറ്റ്സ് എന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്നത് ആൻറ്റി കൺവൾസൻസ് ഉപയോഗിച്ചിട്ടാണ്. മെഫ്ലോക്യൂൻ പൊതുവെ ആൻറ്റി കൺവൾസൻസിൻ്റെ ആക്ഷനെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആൻറ്റി കൺവൾസൻസിൻ്റെ ബ്ലഡ് ലെവൽ മോണിറ്റർ ചെയ്യാൻ പറയുന്നത്. മെഫ്ലോക്യൂൻ്റെ പേഷ്യൻ്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ പോയിൻറ്റ്സിൽ ന്യൂറോസൈക്യാട്രിക് ഡിസ്റ്റർബൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അതായത് മെഫ്ലോക്യൂൻ കഴിക്കുമ്പോൾ നമുക്ക് CNSൽ ചില ചേഞ്ചസ് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന അലേർട്ട്നെസ് മെഫ്ലോക്യൂൻ കഴിക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല. അതിനുള്ള പ്രശ്നം അലേർട്ട്നെസ് ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങളുണ്ടാവാം. അപ്പോൾ പേഷ്യൻറ്റിനോട് ആദ്യം ഇതൊന്ന് അഡ്വൈസ് ചെയ്യുക. ഡ്രഗ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസസ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത്തരം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയുക. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ചെയ്യാം. അല്ലാതെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയാം. ഇനി പറയുന്ന ഏതെങ്കിലും സൈൻസ് ഉണ്ടെങ്കിൽ അതുടൻ തന്നെ ഡോക്ടറെ അറിയിക്കുക. ഫീവർ, സോർ ത്രോട്ട്, മസിൽ പെയിൻ, വിഷ്വൽ പ്രോബ്ലം, ആങ്സൈറ്റി, കൺഫ്യൂഷൻ, മെൻ്റൽ ഡിപ്രഷൻ, ഹാലൂസിനേഷൻ എക്സെട്ര. മെഫ്ലോക്യൂൻ ലാക്ടേറ്റിംഗ് ലേഡിക്ക് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ലാക്ടേറ്റിംഗ് ആണ് എന്ന കാര്യം ഡോക്ടറെ അറിയിക്കുക. ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. അടുത്തത് ക്യുനൈൻ്റെ നേഴ്സിംഗ് ഇംപ്ലിക്കേഷനാണ്. ഈ ക്യുനിൻ സിങ്കോണിസം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈന് ചെവിയിലുണ്ടാവുന്ന മൂളിച്ചയും ഹിയറിംഗ് ഇമ്പയർമെൻറ്റുമാണ്. ക്യുനിൻ ലെവൽ ബ്ലഡിൽ വളരെ കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം സൈൻസ് ഉണ്ടെങ്കിൽ അതുടനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓൾറെഡി കാർഡിയാക് പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ, എസ്പെഷ്യലി അരിത്മിയ ഉള്ള ആളാണെങ്കിൽ അവർക്ക് ക്യുനിൻ കൊടുക്കുമ്പോൾ പ്രിക്വേഷൻസ് എടുത്തിരിക്കണം. അത്തരക്കാർക്ക് ക്യുനിൻ ഉപയോഗിക്കുമ്പോൾ കാർഡിയാക് പ്രോബ്ലംസ് സിവിയർ ആവാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഡ്രഗ് കൊടുക്കുമ്പോൾ QT പ്രൊലോങ്ങേഷൻ ഉണ്ടാവാറുണ്ട്. ക്യുനിൻ കൊടുക്കുമ്പോൾ, എസ്പെഷ്യലി IV ഇൻഫ്യൂഷൻ കൊടുക്കുമ്പോൾ QT പ്രൊലോങ്ങേഷൻ വരുന്നുണ്ടോ എന്നത് മോണിറ്റർ ചെയ്യണം. ECG മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. QT പ്രൊലോങ്ങേഷൻ 25%ലും കൂടുന്നുണ്ടെങ്കിൽ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യണം. ഒരിക്കലും ക്യുനിൻ റാപ്പിഡ് IV ഇഞ്ചക്ഷൻ കൊടുക്കരുത്. സ്ലോ IV ആണ് കൊടുക്കേണ്ടത്. പൊതുവെ പ്രഗ്നൻസിയിൽ ക്യുനിൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാറുണ്ട്. വളരെ ലൈഫ് ത്രെട്ടനിങ് ആയ മലേറിയ ആണെങ്കിൽ മാത്രമാണ് പ്രഗ്നൻസിയിൽ ക്യുനിൻ പ്രിഫർ ചെയ്യാറ്. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആ പ്രഗ്നൻ്റ് ലേഡിക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാനുള്ള പ്രിക്വേഷൻസ് എടുക്കേണ്ടതാണ്. അടുത്ത ഡ്രഗ് പൈറിമെത്താമിൻ. അത് കഴിക്കുമ്പോൾ ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ ബ്ലഡ് കൗണ്ട് നോക്കണം. 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ നോക്കണം. കാരണം പൈറിമെത്താമിൻ ഫൊളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാക്കുകയും അത് കാരണം ബ്ലഡ് കൗണ്ട് കുറയ്ക്കുകയും ചെയ്യാം. ഇത് വരുന്നുണ്ടോയെന്ന് അറിയാനാണ് ബ്ലഡ് കൗണ്ട് നോക്കുന്നത്. ബ്ലഡ് കൗണ്ടിൽ വലിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്ത് ഫിസിഷ്യനോട് കാര്യം പറയുക. പൈറിമെത്താമിൻ കഴിക്കുന്നവരോട് പറയേണ്ട കാര്യങ്ങൾ: പൈറിമെത്താമിൻ DHFRൻ്റെ ഇൻഹിബിറ്റർ ആയതുകൊണ്ട് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ലോങ് ടേമിൽ പൈറിമെത്താമിൻ കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. അതുകൊണ്ട് തന്നെ അനീമിയയുടെ ഏതെങ്കിലും സൈൻ ഉണ്ടോ എന്നുള്ളത് പേഷ്യൻറ്റിനോട് ശ്രദ്ധിക്കാൻ പറയണം. ഫോർ എക്സാമ്പിൾ ക്ഷീണം, മുഖത്തിന് ഒരു വിളർച്ച പോലെയുള്ള അപ്പിയറൻസ്, അതായത് ഒരു പെയിൽ കളേർഡ് ഫേസ്, വായ്ക്കകത്തുണ്ടാവുന്ന അൾസേഴ്സ്, സൂപ്പർ ഇൻഫെക്ഷൻസ്, വായ്ക്കകത്തോ അല്ലെങ്കിൽ വജൈനയിലോ ഒക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ഗ്ലോസൈറ്റിസ് അഥവാ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ടങ്, ഡയേറിയ, ഫീവർ എക്സെട്ര. ഇത്തരം സൈൻസ് ഉണ്ടെങ്കിൽ അത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയുടെ സൈൻസ് ആവാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി
ഫോളിനിക് ആസിഡ് കഴിക്കുക എന്നതാണ്. അതുപോലെ ഭക്ഷണത്തിൽ ഫൊളേറ്റ് കണ്ടൻറ്റ് കൂട്ടുക എന്നതാണ്. പൈറിമെത്താമിൻ കഴിക്കുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സോ പേഷ്യൻറ്റിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇഫ് അതൊരു ലാക്ടേറ്റിംഗ് ലേഡി ആണെങ്കിൽ. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റി മലേറിയൽ ഡ്രഗ്സ്.